നമസ്കാരം. സസ്യഗിരി ഫാമിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലെ കൃഷി കാര്യങ്ങളും ബഡ്ഡുകളും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ഈ ഫാമിൽ നിൽക്കുന്ന വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിൻ്റെ ചക്കയും കാര്യങ്ങളുമാണ് നമ്മൾ കാണിക്കുന്നത്. അതിൽ നല്ല ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഈ നിൽക്കുന്നൊരു വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവാണ് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലാവിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് നാടൻ പ്ലാവാണ്. നമ്മൾ ഇവിടെ ഒരു നാടൻ പ്ലാവ് മുളച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ച് ബഡ് ചെയ്ത് ആക്കിയെടുത്തതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള ബഡിനം പോകുന്നത്. കണ്ടോ, ചക്കയുടെ വലിപ്പം കണ്ടോ. എല്ലാവരും പറയാറുണ്ട് വിയറ്റ്നാം വേണ്ടവണ്ണം ചക്കയ്ക്ക് വലിപ്പം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ചെറുതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫാമിലെ ബഡ്ഡുകൂട്ടൊക്കെ നല്ല ഇനം വിയറ്റ്നാം തന്നെ വിയറ്റ്നാം ആണെങ്കിൽ പോലും പല വിയറ്റ്നാമും പല വെറൈറ്റികളായിട്ടാണ് വരാറുള്ളത്. പലയിടത്തും ചെറിയ ചക്കകൾ ഗുണമില്ലാത്തത് അല്ലെങ്കിൽ മഞ്ഞരാകുന്ന അങ്ങനെയൊക്കെ പല കംപ്ലയിൻറ്റും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഫാമിലെ തൈകൾക്കൊന്നും അങ്ങനെ ഇതാരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. ആ ഒരു ചക്കയ്ക്ക് വലിപ്പങ്ങൾ എടുത്തുകൊണ്ട് ചക്ക എടുക്കുന്നുണ്ടോ. ഇത് ശരിക്കും മൂപ്പായിട്ടില്ല കേട്ടോ. ഇനി ഇത് ഒരു മാസം കൂടെ വേണം മൂപ്പാണ്. പിന്നെയും ഇത് വലിപ്പം വെക്കും. മുകളിലേക്കും ചക്ക എടുക്കുന്നുണ്ടോ. നമുക്കിത് ശരിക്കും ഇതിപ്പോൾ ചക്കയുടെ സീസൺ അല്ല. ഇത് നമ്മുടെ നാടൻ പ്ലാവൊന്നും കായ്ച്ചിട്ടില്ലല്ലോ. ഇത് വിയറ്റ്നാമിൻ്റെ ഗുണമെന്ന് പറഞ്ഞത് ഓൾ സീസണാണ്. ഒരു വർഷം ഒരു 3 ട്രിപ്പെങ്കിലും ഒരു പ്ലാവേ ചക്ക വരുന്നുണ്ട്. ഇതിപ്പം സീസണല്ലോ. ഇപ്പോൾ ഇത് ഈ ചക്ക ഏകദേശം മൂത്ത് നമ്മൾ കഴിയാറാവുമ്പോഴാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ നാടൻ പ്ലാവിൻ്റെ സീസൺ ആവുന്നത്. ആ സമയത്ത് ഈ പ്ലാവ് വീണ്ടും കഴിയും. ആ സമയത്ത് കായ്ക്കുന്ന ചക്കയായിരിക്കും ഏറ്റവും നല്ലത്. വലിപ്പങ്ങളൊക്കെ ഉള്ളത് സീസണിൽ കായ്ക്കുന്ന ചക്കയ്ക്കാണ്. ഓഫ് സീസണിൽ കായ്ക്കുന്ന ചക്കയ്ക്ക് സീസണിൽ കായ്ക്കുന്ന ചക്കയുടെ അത്ര ഒന്നും വലിപ്പങ്ങൾ വരാറില്ല. അപ്പോൾ അടുത്ത സീസണിൽ ആയിരിക്കും കുറച്ചും കൂടെ വലിപ്പം ചക്ക കിട്ടും. ഇപ്പം തന്നെ നോക്കിയൊക്കെ വലിപ്പം കുഴപ്പം, നമുക്ക് ഈ ഒരു വലിപ്പം കിട്ടിയാൽ മതി, നല്ലതാണ്. നമുക്ക് അടുത്ത് വേറൊരു പ്ലാവും കൂടെ കാട്ടിത്തരാം. ഈ കാണുന്നത് തിപ്പല്ലിയാണ് കേട്ടോ. തിപ്പല്ലി നമ്മളിതിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. തിപ്പല്ലി കുരുമുളക് അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ അടുത്ത ചാനലിൽ നമുക്ക് കാണിക്കാം. ഈ കാണുന്നത് മാങ്കോസ്റ്റിൻ്റെ തൈ പാകിയിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മറ്റൊരു വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്. അതിൻ്റെ ചക്കയുടെ വലുപ്പം കണ്ടോ, ഒരു 15 കിലോ അടുത്തുണ്ടാവും. ഇത് ഞാൻ മൂപ്പ ഹായെന്ന് ഓർത്ത് ഞാൻ തുന്നിച്ച് നോക്കിയതാണ്. പക്ഷേ ആയില്ല. ഇതിൻ്റെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ മൂപ്പ നമുക്ക് പുറമേ നിന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. കണ്ട അതിൻ്റെ മുള്ളൊക്കെ ശരിക്കും പരന്നതാണ്. കണ്ടാൽ നല്ല മൂപ്പായെന്ന് നമ്മൾ ഓർക്കത്തുള്ളൂ. അവിടെ ഞാൻ തുന്നിച്ചതാണ്. ഈ തുന്നിച്ച വേറെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് വിയറ്റ്നാമിന്. തുന്നിച്ച ചക്കയ്ക്ക് അവിടെ കേട് കയറും. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഇടും. ഇത് നല്ല മൂപ്പായില്ല, എന്നാലും വേവിക്കാൻ കുഴപ്പമുണ്ടാവില്ല. ഇതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ബഡ് എടുത്ത് ചെയ്ത തൈകൾ കാണിച്ചു തരാം. നമ്മൾ ഈ വിയറ്റ്നാം ബഡ് ചെയ്തിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ, നമ്മൾ പയ്യെ മുളച്ച് തുടങ്ങി. കൊണ്ടൊരു മുള വരുന്നുണ്ടോ. ഇതാണ് ബഡാണ്. ബഡിൽ നിന്ന് മുള പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു 60 ദിവസത്തിനും നമുക്ക് തൈ എടുക്കാറാവും. ഇതിപ്പം മുറിച്ച് വെച്ചിട്ടൊരു 10 ദിവസമായിട്ടുണ്ട്. 10 ദിവസം താഴെ ആയിട്ടുള്ളൂ. അങ്ങോട്ടേക്കാണ് 10 ദിവസം ആയത്. ഇങ്ങോട്ടൊക്കെ 10 ദിവസമായി വരുന്നുള്ളൂ. നമുക്കൊരു 7 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇത് മുളച്ച് തുടങ്ങും. അതൊരു 20-25 ദിവസം വരെ മുള ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് ഈ ബഡേന്ന് അല്ലാണ്ട് മുള വരും. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെത്തിക്കളയണം. ഈ ബഡേന്ന് അല്ലാണ്ട് തന്നെ മുള നിർത്തിയിട്ടുണ്ടെങ്കിൽ ബഡ് മുളയ്ക്കാൻ പാടാം. ഇതിൽ മുളയ്ക്കാണ്ടായി പോകും. ഇതുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ കണ്ട പ്ലാവിൽ നിന്നൊക്കെ നമ്മളെടുത്ത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ നല്ല ഇനം തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ ഹോൾസെയിലായിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഹോൾസെയിലായിട്ട് കൂടുതൽ എണ്ണം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. നഴ്സറി ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ എവിടെയും എത്തിച്ചു കൊടുക്കും. അത് പരിപൂർണ്ണ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. ഇനം മാറില്ല ഒരു കാരണവശാലും. നമുക്ക് ബാക്കി റംബൂട്ടാന്, പ്ലാവിൻ്റെ തന്നെ J33, അതുപോലെ ഡെൻസൂരി എന്ന ഇനങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത് വിയറ്റ്നാമാണ്. അപ്പം റംബൂട്ടാൻ്റെയൊക്കെ വീഡിയോ അടുത്ത ദിവസം ഉണ്ടാവും. നമുക്കിത് കുറച്ചും കൂടെ മുളച്ചായി മണ്ണൂത്തിക്ക് കയറാൻ വേണ്ടി ഇരിക്കുന്ന തൈ കാണിച്ചു തരാം. നമ്മൾ മണ്ണൂത്തിക്കാണ് മെയിനായിട്ട് നമ്മുടെ തൈ കയറി പോകുന്നത്. അപ്പോൾ അത് കയറാനുള്ള തൈകൾ അടുത്ത ദിവസം കയറാനുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം മണ്ണൂത്തിയിലേക്ക് കയറ്റി വിടാനുള്ള വിയറ്റ്നാമിൻ്റെ തൈകളാണ്. അവിടെ ഈ വലിപ്പം മതി. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ റീറ്റെയിലായിട്ട് കൊടുക്കുമ്പോൾ ഇതും വലിപ്പമുള്ള തൈകളാണ് കൊടുക്കുന്നത്. ഇത് ഹോൾസെയിലായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ വലിപ്പമുള്ള തൈകളാണ് നമ്മളങ്ങോട്ട് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് ഇനി വലിപ്പമായി ഇത്രയായി കിട്ടാനാണ് താമസമുള്ളൂ. ഇത്രയായി കിട്ടി കഴിഞ്ഞ തൈ വേഗം തന്നെ ഗ്രോത്ത് ആയിക്കൊള്ളും.
ഇതെല്ലാം നമ്മളിപ്പോൾ കാണിച്ചു തന്ന ബഡ്വുഡിൻ്റെ മരങ്ങളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള തൈകളാണ് കേട്ടോ. അതുകൊണ്ട് നല്ല കായ്ഫലം കിട്ടും. ആർക്കും ധൈര്യമായിട്ട് നമുക്ക് കൃഷിക്കാർക്ക് വെക്കാം. അതിൻ്റെ കുറച്ചുകൂടി കവർ മാറിയാണ്. ഇതാണ് അതിൻ്റെ കവർ മാറിയ തൈകളാണിത്. കുറച്ചും കൂടെ വലുപ്പം കൂടി ഇതിൻ്റെ വലിയ കവറിലേക്ക് മാറ്റിയതാണ്. ഇത് നമുക്കിവിടെ റീറ്റെയിലായിട്ട് കൊടുക്കാനുള്ള തൈകളാണ്. അപ്പം കൃഷിക്കാർക്ക് ധൈര്യപൂർവ്വം വെക്കാവുന്നതാണ്. നല്ലൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെക്കാൻ പറ്റിയൊരു പ്ലാവനമാണിത്. കൃഷിക്കാരന് നഷ്ടം വരില്ല. ഒരു 2.5-3 വർഷം തൊട്ട് നമുക്കൊരു ആദായം കൃഷിക്കാരന് കിട്ടുന്നൊരു നല്ല ഒരു കൃഷി രീതിയാണ് വിയറ്റ്നാമിൻ്റെ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ നമ്പർ ഈ വീഡിയോയിലുണ്ടാവും. ആ നമ്പർ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ തൈകൾ എത്തിച്ചേരുന്നതാണ്. എത്തിച്ചേരുമ്പം ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ മാത്രമേ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഇല്ലാത്തവർക്ക് നേരിട്ട് വന്ന് ഫാമിൽ നിന്ന് എടുക്കാവുന്നതാണ് തൈകൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു.